രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ച് കേന്ദ്രമന്ത്രിയും അമേഠിയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായ സ്മൃതി ഇറാനി. വയനാട്ടിൽ ജയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് PFI പിന്തുണയെന്ന് സ്മൃതി ഇറാനി ആരോപിച്ചു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമായ SDPI കേരളത്തിൽ UDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് സ്മൃതി ഇറാനിയുടെ പ്രതികരണം. അതേസമയം അമേഠിയിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി തന്നെ മത്സരിച്ചേക്കുമെന്നാണ് സൂചന. ഹിന്ദുക്കളെ കൊല്ലാൻ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നവരാണ് PFIക്കാരെന്നും അങ്ങനെയുള്ള സംഘടനയുടെ പിന്തുണയാണ് രാഹുൽ ഗാന്ധിക്കുള്ളതെന്നും സ്മൃതി ഇറാനി അഭിപ്രായപ്പെട്ടു. PFIക്കാർക്കെതിരായ കേസിലെ കുറ്റപത്രത്തിൽ ഹിറ്റ് ലിസ്റ്റ് പരാമർശമുണ്ടെന്നും സ്മൃതി ഇറാനി ചൂണ്ടിക്കാട്ടി. എന്തിനിങ്ങനെ ഒരു സംഘടനയുടെ പിന്തുണ രാഹുൽ സ്വീകരിക്കുന്നെന്നും സ്മൃതി ഇറാനി ചോദിച്ചു. तो जो हिंदुओं को मारने की लिस्टें बना रहे हैं राहुल गांधी जी, कृपा अमेठी की जनता को ये बतलाएं, ऐसे संगठन के सहयोग से आप वायनाड का चुनाव क्यों लड़ रहे हैं? ഏപ്രിൽ 26-ന് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ അമേഠിയിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നതിന് സാധ്യതയുണ്ട്. അമേഠിയിൽ നിന്ന് രാഹുലും റായ്ബറേലിയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്ന നിലപാടാണ് ഉത്തർപ്രദേശ് PCCയുടേത്. എന്നാൽ വയനാട്ടിലും അമേഠിയിലും മത്സരിക്കുന്നത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ചില മുതിർന്ന നേതാക്കൾ പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് അമേഠിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് എന്നാണ് വിവരം. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാകും അമേഠിയിലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാവുക. മെയ് 20-ന് 5ാം ഘട്ടത്തിലാണ് അമേഠിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി.